തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നുമെല്ലായ്പ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, പുതിയ വർഷത്തിലേക്ക് 2020 എന്ന പുത്തനാണ്ടിലേക്ക് ഞങ്ങൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ കർത്താവേ, തുണയായി നീ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാദങ്ങൾക്ക് നീ വിളക്കും, വഴികളിൽ നീ പ്രകാശവുമായിരിക്കണമേ. ഞങ്ങളുടെ പദ്ധതികളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് തുണയായി നിങ്ങൾ കൂടെ ഉണ്ടാകണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുവത്സരത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. പുത്തനാണ്ടാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് 2020 നമ്മൾ ഇന്ന് കാലെടുത്ത് വയ്ക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള ഒരു വർഷമാണ് 2020. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ ചെറുപ്പകാലത്ത് അന്ന് അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് 2020 ഒരു മാജിക്കൽ ഇയറായിട്ട് അന്ന് അവതരിപ്പിച്ചിരുന്നു. 2020 നമ്മുടെ ദേശം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഉയരും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2020 അതുകൊണ്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വർഷമാണ്. അപ്പം നമുക്കും 2020 അങ്ങനെ ഒരു പ്രതീക്ഷയുടെ വർഷമാകട്ടെ. അന്ന് പ്രവചിച്ചതുപോലും സംഭവിച്ചില്ലെങ്കിലും നമുക്കാഗ്രഹിക്കാം ഈ വർഷം നമ്മളെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ വർഷമാകാൻ. ഒരുപാട് പേര് ഈ വർഷം പ്രതീക്ഷയോടെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +2 ഒക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ പറഞ്ഞു പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഈ വർഷമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമെന്ന്. 10ാം ക്ലാസ്സുകാരുടെ ഇപ്പോൾ അത് പറയും. 2 വർഷം കഴിഞ്ഞ് +2 എത്തുമ്പോഴും അവരോട് അത് തന്നെ പറയും. അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ വർഷം വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ അതിലേക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. വിവാഹം നടക്കാൻ ഈ വർഷമാണ് ചിലർക്ക് ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും, ഈ വർഷമായിരിക്കും ഒരു പക്ഷേ അത് സംഭവിക്കുന്നത്. ചില ദമ്പതികൾക്ക് മക്കളെ കിട്ടാൻ പോകുന്ന വർഷമാണ് 2020. ചിലർക്ക് പുത്തൻ ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള വർഷമാകാം 2020. ഇനിയും ഒരു പക്ഷേ നമ്മളിൽ പലരും ഈ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിച്ച് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുത്തേക്ക് യാത്ര പോകേണ്ട വർഷവുമാകാം 2020. അങ്ങനെ 2020 നമുക്കൊക്കെ പ്രിയപ്പെട്ട വർഷമാകും. ഓരോ വർഷാരംഭവും നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒരുപാടുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. നമ്മുടെ പദ്ധതികളെ നമ്മുടേതാക്കി വെക്കാതെ കർത്താവിന് കൊടുത്തേക്ക്. ഈ വർഷം ഈ പറഞ്ഞതുപോലെ പല പദ്ധതികളും പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് അത് നിങ്ങളുടെ പദ്ധതിയായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കരുതേ. അത് മണ്ടത്തരമാകും. അത് കർത്താവിന് കൊടുത്തേക്ക്. കർത്താവ് ആ പദ്ധതിയെ ഏറ്റെടുക്കട്ടെ. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് അത് നമുക്കായി നടപ്പാക്കി തരട്ടെ. പദ്ധതികളെയൊക്കെ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഈ വർഷം ജീവിക്കണം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈ വർഷം ജീവിക്കണമെന്ന്. മക്കളാണെങ്കിൽ പിന്നെ അപ്പൻ നോക്കിക്കോളും മക്കൾക്ക് വേണ്ടതൊക്കെ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അപ്പാ ഈ വർഷം ഞങ്ങൾക്ക് വേണ്ടത് കൃത്യസമയത്ത് തന്നോണേ എന്ന് പ്രാർത്ഥിക്കാം. നോക്കിയും കണ്ടും ഞങ്ങളെ നീ പരിപാലിക്കണേ. കെണികളിലും കുഴികളിലും വീണു പോകാതെ ഞങ്ങളെ കാക്കണേ. ലോകത്തിൻ്റെ മാലിന്യങ്ങളേൽക്കാതെ പാപക്കറയേൽക്കാതെ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടെ പുത്തനാണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും അല്ലേ? പുതിയ വർഷം തീരുമാനങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, എക്സസൈസ് ചെയ്യണം, ജിമ്മിൽ പോകണം, രാവിലെ എഴുന്നേറ്റ് നടക്കണം. ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം. തീരുമാനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ജനുവരി മാസമാണ് തീരുമാനങ്ങളുടെ മാസം. പക്ഷേ ജനുവരി മാസത്തോടെ തീർന്നു പോകും
എന്നേ ഉള്ളൂ. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ഒരു ഭാഗമായിട്ടല്ല, ഒരു പ്രത്യേക കാര്യം ധ്യാനിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത ഒരല്പം നേരം വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞങ്ങ് പോകാം. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടും ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 28:10. വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ആവർത്തിക്കുന്നു, ആ ബൈബിൾ ഒന്ന് എടുത്തേക്ക്, എന്നിട്ട് ഈ പറയുന്ന ഭാഗം ഒന്ന് അടിവരയിട്ടേക്ക്. മത്തായി 28:10. ഈശോയുടെ ഉത്ഥാനമാണ് സംഭവം. ഈശോ ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തിട്ട് അവൻ മഗ്ദലന മറിയത്തോടും സ്ത്രീകളോടുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ ചെന്നിട്ട് അവന്മാരോട് പറയണം. ആരോട്? എൻ്റെ കൂട്ടുകാരോട്, ശിഷ്യന്മാരോട് പറയണം അങ്ങോട്ട് വരാൻ. എങ്ങോട്ട്? ഒരു പ്രത്യേക പ്രദേശം പറഞ്ഞിട്ട് പറയുകയാണ്, പേര് പറഞ്ഞിട്ട് പറയുകയാണ്. അവരോടൊക്കെ പറ, അങ്ങോട്ട് വരാൻ പറ, അവിടെ വെച്ച് ഞാൻ അവരെ കാണും, ഞാൻ അവരെ കണ്ടോളാം എന്നാണ് പറയുന്നത്. ഏത് സ്ഥലമാണ്? ചുമ്മാ ഒരു ഉത്തരം പറഞ്ഞു നോക്കിക്കേ. സ്ഥലം ഗലീലിയിലേക്ക് വരാനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് മത്തായി 28:10. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. മത്തായി 28:10. ഇനി മത്തായി 28:16 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അതായത് പിന്നെ കൂടിക്കാഴ്ച നടക്കുന്നത് ഉയർപ്പിന് ശേഷം ഈശോ ഇവരെല്ലാവരെയും വിളിച്ചുകൂട്ടി കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലം ഗലീലിയിൽ വെച്ചാണ്. എന്നിട്ട് അവിടെ തലക്കെട്ടിങ്ങനെയാണ്, പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുകയാണ് ഈശോ. അവരെ ജോലി ഭരമേൽപ്പിക്കുകയാണ്. ചെയ്യേണ്ട പണി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവ് സ്ത്രീകളോട് പറഞ്ഞു വിട്ടു, അവരോട് പറ ഗലീലിയിലേക്ക് വരാൻ പറയുക? എന്തുകൊണ്ട് ഈശോ അവരെ ഗലീലിയിൽ വെച്ച് മത്തായി 28:10 പറയുന്നു, വാ അങ്ങോട്ട് വരാൻ പറയുക. മത്തായി 28:16 പറയുന്നു, ഈശോ അവരെ ഗലീലിയിൽ വെച്ച് കണ്ടു, സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഗലീലി? ഗലീലിയുടെ കാരണം അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പോകണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു, പത്രോസും അന്ത്രയോസും. അത് കഴിഞ്ഞപ്പോൾ ആരെ കണ്ടു? യാക്കോബിനെയും യോഹന്നാനെയും. ഗലീലിയിൽ വെച്ചാണ് കർത്താവ് ശിഷ്യന്മാരെ ആദ്യമായി വിളിച്ച് ജോലി ഏൽപ്പിച്ചത്. എന്തായിരുന്നു ജോലി? എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അതും പറഞ്ഞ് ജോലി ഏൽപ്പിച്ച് കൂടെ കൊണ്ടുവന്നവന്മാരാണ്. പക്ഷെ എന്തു പറ്റി? ഈ ഗലീലിയിൽ വെച്ച് ഈശോ ജോലി ഏൽപ്പിച്ച് പിക്ക് ചെയ്ത് വന്നു. അത് ചുമ്മാ ഒരു വരവൊന്നും അല്ലായിരുന്നു. അത് വിഷ്വലൈസ് ചെയ്ത് നോക്കണം. അത് ചുമ്മാ ഒന്ന് കാഴ്ചയിൽ കണ്ടു നോക്കണം. സാഹസികമായ, ഹീറോയിക്കായ, നല്ല കയ്യടി അവകാശപ്പെടുന്ന, കയ്യടി അർഹിക്കുന്ന ഒരു മാസ് രംഗമായിരുന്നു അത്. ഈശോ ആദ്യം അങ്ങോട്ട് വഴി ഇങ്ങനെ തീരത്തുകൂടെ നടന്നില്ലെന്നു. അപ്പോൾ കാണുന്നു പത്രോസും അന്ത്രയോസും ഇരിക്കുന്നു. പറഞ്ഞു, വാടാ മക്കളെ എൻ്റെ കൂടെ പോരെ. കേൾക്കേണ്ട താമസം, പത്രോസും അന്ത്രയോസും വള്ളവും വലയും ഉപേക്ഷിച്ച് ആരുടെ കൂടെ വന്നു? ഈശോയുടെ പിറകെ വന്നു. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അടുത്ത 2 പേരെ കാണുന്നു, യാക്കോബിനെയും യോഹന്നാനെയും. ഈശോ പറഞ്ഞു, എൻ്റെ കൂടെ പോരെ, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കേൾക്കേണ്ട താമസം, പത്രോസും അന്ത്രയോസും വള്ളവും വലയുമാണ് ഉപേക്ഷിച്ചതെങ്കിൽ യാക്കോബും യോഹന്നാനും ഒരെണ്ണം കൂടെ ഉപേക്ഷിച്ചു. എന്തായിരുന്നു അത്? വള്ളവും വലയും അപ്പനെയും ഉപേക്ഷിച്ച് യാക്കോബും യോഹന്നാനും കൂടെ ഈശോയുടെ പുറകെ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മാസ് രംഗമാണത്. നമുക്ക് കാണുമ്പം ആരാധന തോന്നും, ബഹുമാനം തോന്നും ഇവരോട്. എന്നാ ഒരു മനുഷ്യരാണ് ഇവർ. കേട്ടപാടെ ദേ ഇറങ്ങിപ്പോരുകയാണ് ഈശോയുടെ പുറകെ. അങ്ങനെ ഇറങ്ങിപ്പോന്നവന്മാരെ 3 വർഷം ഈശോ കൂടെ കൊണ്ടു നടന്ന് പാഠങ്ങൾ പഠിപ്പിച്ചു, സ്വർഗത്തിൻ്റെ സന്തോഷം പകർന്നു കൊടുത്തു, സുവിശേഷം പങ്കുവെച്ചു കൊടുത്തു, സൗഖ്യത്തിന് സാക്ഷികളാക്കി, സ്വന്തം ജീവൻ പോലും അവർക്ക് വേണ്ടി മുറിച്ചു കൊടുത്തു. അന്ത്യത്താഴ വേളയിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാണ്, വാങ്ങിക്കഴിക്ക്. നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണ്, വാങ്ങിക്കുടിക്ക്. എന്നിട്ട് ആ പറഞ്ഞ കാര്യം 24 മണിക്കൂറിനുള്ളിൽ കാൽവരി മലയുടെ നെറുകയിൽ അവൻ പൂർത്തിയാക്കി കാണിച്ചു. ശരീരം നമുക്ക് വേണ്ടി മുറിച്ചു, ചോര ചിന്തി.
ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെന്താ സംഭവിക്കുന്നറിയാമോ? 3 വർഷം കൂടെ ഉണ്ടായിരുന്ന ഗുരുവും നാഥനുമായവൻ ഈശോ മിശിഹ അവനെ പിന്നെ 3 ദിവസം കാണാതായപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ പിന്നെയും ഏതു വള്ളവും വലയുമാണോ ഉപേക്ഷിച്ചത്, അതേ വള്ളവും വലയും തേടി പോയി. പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയി എന്നൊരു സംഭവം നമ്മൾ കാണുന്നില്ലേ ഈശോയുടെ മരണത്തിന് ശേഷം? അപ്പോഴാണ് ഈശോ തീരത്ത് വന്ന് ചോദിക്കുന്നത്, മക്കളെ മീൻ വല്ലതുമുണ്ടോ? രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഗലീലി പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഗലീലിയിൽ വെച്ചാണ് കർത്താവ് അവരെ വിളിച്ചത്, അങ്ങനെ വിളിച്ച് പാഠങ്ങൾ പഠിപ്പിച്ചത്, 3 വർഷം കൊണ്ടു നടന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇടറിയതും ഗലീലിയിലാണ്. അവർ വീണ്ടും പഴയ വള്ളവും വലയും എടുത്ത് പോയത് ഗലീലിയിലേക്ക്. ഇപ്പം കർത്താവ് പറയുകയാണ്, ലെറ്റ്സ് റീസ്റ്റാർട്ട് എവറിത്തിങ്. 3 വർഷം പഠിപ്പിച്ചതൊക്കെ വീണ്ടും ഞാൻ മായ്ച്ചു കളയാം, ഞാൻ വീണ്ടും തുടങ്ങാൻ റെഡിയാണ് മക്കളെ. ഗലീലിയിൽ നിന്ന് നമുക്ക് വീണ്ടും ആരംഭിക്കാം. വീണ്ടും നമുക്ക് ജനുവരിയിൽ നിന്ന് ആരംഭിക്കാം. വീണ്ടും നമുക്ക് ഗലീലിൽ നിന്ന് ആരംഭിക്കാം. വീണ്ടും നമുക്ക് ജനുവരിയിൽ നിന്ന് ആരംഭിക്കാം. ഓരോ ജനുവരിയും ആരംഭിച്ചൊടുക്കമെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും പഴയപടിയല്ലേ? കർത്താവ് പറയുന്നു, നമുക്ക് വീണ്ടും ഗലീലിയിൽ നിന്ന് ആരംഭിക്കാം. എല്ലാം പുതിയതായി ഒന്ന് തുടങ്ങാം. അതിന് പുത്തൻ കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. പുത്തൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കർത്താവ് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിളിച്ചാനെ. ഇത് പുത്തൻ കാര്യങ്ങൾ വേണ്ട. പണ്ട് പറഞ്ഞതൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. പണ്ട് പഠിപ്പിച്ചതൊക്കെ ഓർത്തെടുക്കാം. പഴയ നന്മകളെ തിരികെ സ്വീകരിക്കാം. അതുകൊണ്ടല്ലേ വെളിപ്പാട് 2:4 കർത്താവ് പറയുന്നത്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോഴില്ല. നിനക്ക് ജനുവരിയിലുണ്ടായിരുന്ന സ്നേഹം ഡിസംബറിലില്ല. അത് ഡിസംബർ എത്തുമ്പോഴേക്കും തീർന്നു പോവാണ്. വീണ്ടും നമുക്ക് ജനുവരിയിലേക്ക് പോകാം. പുതിയതായിട്ടെല്ലാം നമുക്കൊന്ന് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഈ പുതുവത്സര സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ 2 വാക്യങ്ങളേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഗലീലിയിലേക്ക് പോകാം. നമുക്ക് വീണ്ടും ജനുവരിയിലേക്ക് പോകാം. നമുക്കെല്ലാം ഒന്ന് പുതുക്കാം. ഏതായാലും ഇഷ്ടം പോലെ തീരുമാനം എടുക്കുകയല്ലേ? ഏതായാലും ഇഷ്ടം പോലെ തീരുമാനം ജനുവരി 1-ാം തീയതി എടുത്തിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 5 തീരുമാനങ്ങളാണ്. പുണ്യം പറഞ്ഞ് ഉപദേശിച്ച് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. 5 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. പുതുവത്സരത്തിൽ ജനുവരി 1-ന് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങൾ 5 എണ്ണം പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തെന്നറിയാമോ? ഒന്നാമത്തത് ഹോളി കുർബാന. പറഞ്ഞു 3 Hഉം 2 Fഉമാണ്. 3 Hഉം 2 Fഉമാണ്. 3 H. ഒന്നാമത്തത് ഹോളി കുർബാന. 2020 ആണ്ടിനെ പ്രത്യേകം സമർപ്പിച്ചിട്ട് 365 ദിവസവും കുർബാനയിൽ പങ്കെടുക്കാം. ചലഞ്ചാണ്. ജനുവരി 1-ന് ഒരു അച്ഛൻ വന്നിട്ട് സ്വീകരണ മുറിയിലിരുന്ന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നത്തെ കുർബാന മുടങ്ങിയെങ്കിൽ, അത് മുടങ്ങാൻ വഴിയില്ല. ജനുവരി 1-ാം തീയതി വർഷാരംഭത്തിൽ എല്ലാവരും കുർബാനയ്ക്ക് പോകേണ്ടതാണ്. ഇനി മുടക്കാതിരിക്കാം. ഇനി ഒരു ദിവസം പോലും കുർബാന മുടക്കരുത്. പണ്ട് സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്തും കുർബാനയ്ക്ക് പോകാനൊക്കെ ചിലപ്പോഴൊക്കെ മടി വരും. രാവിലെ ചിലപ്പോൾ രാത്രിയിലൊക്കെ വൈകിയാണ് കിടക്കുന്നതെങ്കിൽ ഏറെ അധ്വാനം ഉണ്ടായിരുന്നു. രാവിലെ എണ്ണിക്കുമ്പോൾ ക്ഷീണം, കിടന്നങ്ങ് ഉറങ്ങാനാണ് സുഖം, ഒരു സന്തോഷം, പുതച്ചു മൂടി കിടന്നുറങ്ങാൻ. അന്ന് ഒരാൾ എന്നെ ഉപദേശിച്ച ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയ്ക്ക് തീ പിടിച്ചതുപോലെ ബലിപീഠത്തെങ്കിലേക്ക് ഓടിക്കോണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കിടന്ന കട്ടിലിന് തീ പിടിച്ചാൽ എന്ന പോലെ ബലിപീഠത്തിലേക്ക് ഓടിക്കോണം. പിന്നെ നിൽക്കരുത്. പറ്റും. നമുക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണമെന്ന് വെച്ചാൽ പറ്റും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഈ നേരത്ത് ന്യായീകരണത്തിൻ്റെ നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. എനിക്കത് കേൾക്കാം, ഊഹിക്കാം. അതായത് പിള്ളേരെ സ്കൂളിൽ വിടണം, കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്, വൈകിയാണ് കിടക്കുന്നത്, ക്ഷീണമുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഒറ്റ വാക്യം മാത്രം ഞാൻ കഴിഞ്ഞിട്ട് തീരുമാനമെടുക്ക്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇത്രയേ ഉള്ളൂ. നീ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ, അതായത് ഇപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ
1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റുള്ളവൻ്റെ അർത്ഥം എന്താണ്? 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് ജോലികൾ ഒതുക്കി വെച്ചാൽ, ജോലികൾ തീർത്ത് വെച്ചാൽ, നിനക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ കുർബാനയിൽ പങ്കെടുത്തിരിക്കണം, സംശയമില്ല. അപ്പോൾ പുതുവത്സരത്തിലെ ഒന്നാമത്തെ തീരുമാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന വെല്ലുവിളി, ഹോളി കുർബാന, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. രണ്ടാമത്തെ തീരുമാനം, ഹോളി ബൈബിൾ. ഹോളി ബൈബിൾ ഇതെൻ്റെ ബൈബിളാണ്, എല്ലായിടത്തും കൊണ്ടുപോകുന്നത് ഈ ബൈബിളാണ്. ഒന്നാമത്തെ തീരുമാനം, പെട്ടെന്ന് പോയി ഒരു ബൈബിൾ വാങ്ങിച്ചോണം. കുടുംബ സ്വത്തായിട്ടിരിക്കുന്ന ബൈബിൾ അതവിടെ ഇരുന്നോട്ടെ. സ്വന്തം ബൈബിൾ വാങ്ങിക്കുക, അധികം താമസിക്കേണ്ട. 2020 തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി 2020 ഡിസംബർ വരെ കാത്തിരിക്കേണ്ട. എത്രയും പെട്ടെന്ന് ഒരു സ്വന്തം ബൈബിൾ വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 2020 ആണ്ട് നിങ്ങൾ ബൈബിൾ വായിച്ചു തീർക്കുന്ന വർഷമായിരിക്കണം. എന്നെ കേട്ടുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, ബൈബിൾ ഒരാവർത്തി ഈ പ്രായത്തിനിടയ്ക്ക് വായിച്ചു തീർത്തോ? 40, 50, 60, 70 ഒക്കെ വയസ്സായില്ലേ? കാലം കുറേ ആയില്ലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഈ പ്രായത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും ഈ ബൈബിളിൽ 73 പുസ്തകങ്ങൾ, സമ്പൂർണ്ണ ബൈബിൾ ഒരാവർത്തിയെങ്കിലും വായിച്ചു തീർത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാണക്കേടാണ്. 2020 അതിനുള്ള വർഷം. ഞാൻ ആളുകളെ കാണുമ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ മരിക്കും. അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തീരുമാനമാകും. അപ്പോൾ മരിച്ച് നമ്മളെയൊക്കെ ഇങ്ങനെ വെള്ളയിൽ ഉടുപ്പിച്ച് വീടിൻ്റെ മുറ്റത്ത് വെള്ള വലിച്ചു കെട്ടിയ പന്തലിൻ്റെ നടുക്ക് വെള്ള വിരിച്ച മേശയിൽ പെട്ടിക്കകത്ത് ഒരുക്കി കിടത്തി കഴിഞ്ഞിട്ട് പാട്ടും പ്രാർത്ഥനയും, അവസാനം അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കും. അച്ഛൻ വന്ന് പ്രാർത്ഥന ആരംഭിക്കും. എന്നിട്ട് അതിൻ്റെ മധ്യത്തിലൊരു പ്രസംഗമുണ്ട്. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, എന്തുമാത്രം കള്ളത്തരങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ഈ പറയിപ്പിക്കുന്നത്. ഞങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തങ്കപ്പെട്ട അമ്മച്ചിയായിരുന്നു, അയ്യോ എന്തൊരു പുണ്യപ്പെട്ട അപ്പച്ചനായിരുന്നു, ഫുൾ ടൈം പ്രാർത്ഥനയും ബൈബിൾ വായനയായിരുന്നു. പക്ഷെ ഓർത്ത് നോക്കണം, 70 വർഷം ദൈവം ഭൂമിയിൽ ആയുസ് കൊടുത്തിട്ട് ബൈബിൾ ഒരാവർത്തി പോലും വായിച്ചു തീർക്കാതെ മരിച്ചു കിടക്കുകയാണെങ്കിൽ നാണം കെട്ട മരണമല്ലേ അത്? 2020 ബൈബിൾ വായനയുടെ വർഷമാകട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ സ്വസ്ഥമായിട്ടിരുന്ന് ബൈബിൾ വായിക്കാവോ? രാവിലെ 15 മിനിറ്റ്, കിടക്കുന്നതിന് 15 മിനിറ്റ് മതി. 2020 നിങ്ങൾ ബൈബിൾ വായിച്ചു തീർക്കും. വലിയ വലിയ സന്തോഷത്തിൻ്റെ കാര്യമല്ലേ അത്? ബൈബിൾ വായിച്ചു തീർക്കുന്ന വർഷമാക്കി ഇതിനെ മാറ്റണേ. ഇപ്പോൾ 2 കാര്യങ്ങളായി. ഒന്നാമത്തത് ഹോളി കുർബാന, എല്ലാ ദിവസവും കുർബാനയിൽ മുടക്കം വരുത്തരുത്. ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ തീർന്നു, പിന്നെ മുടക്കാൻ എളുപ്പമാണ്. ഒരു ദിവസം പോലും മുടക്കാതെ പാടുപെട്ട് കുർബാന അർപ്പിക്കുക. ഇനി രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ ചുറ്റുപാട് 10-15 കിലോമീറ്ററിനുള്ളിൽ ഒരു പള്ളിയിലെങ്കിലും വൈകുന്നേരം കുർബാന കാണുമേ, പോയി കൂടണം, കുർബാന മുടക്കരുത്. 2 ഹോളി ബൈബിൾ വായിക്കണം. 3 ഹോളി കൺഫെഷൻ, പരിശുദ്ധ കുമ്പസാരം. എത്ര കാലമായി കുമ്പസാരിച്ചിട്ട്? 2020 ആണ്ടിൽ ഞാൻ പറയുന്ന സിമ്പിളായിട്ടേ പറയുന്നുള്ളൂ, വലിയ കാർക്കശ്യം കാണിക്കുന്നില്ല. 2020 ആണ്ടിൽ മിനിമം 12 പ്രാവശ്യമെങ്കിലും കുമ്പസാരിച്ചിരിക്കണം. അതെന്താ കണക്ക്? മാസത്തിൽ ഒരിക്കലെങ്കിലും, അത്രയും ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. 2020 ആണ്ടിൽ 12 പ്രാവശ്യമെങ്കിലും കുമ്പസാരിച്ചിരിക്കണം, അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും. കുമ്പസാരക്കൂട്ടിലേക്ക് പോണേ. നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകാത്തത് കൊണ്ടാണ് ചിലരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കുമ്പസാരം വേണോ വേണ്ടയോ എന്ന്. നമ്മൾ കാരണമാണ്. അതിൻ്റെ വില നമ്മളായിട്ട് കെടുത്തിക്കളഞ്ഞതാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് പോണേ, കർത്താവ് കാത്തിരിപ്പുണ്ട്. ഒട്ടും നൊമ്പരപ്പെടുത്താതെ നിന്നെ ചേർത്ത് പിടിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന കരുണയുടെ കൂടാരത്തിൻ്റെ പേരാണ് കുമ്പസാരക്കൂട്. 4 ഫാമിലി പ്രയർ. ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, കൺവെൻഷനും ധ്യാനത്തിനുമൊക്കെ നിൽക്കുമ്പോൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറ. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ കേരള കത്തോലിക്ക സഭയിൽ പള്ളികളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? നിങ്ങൾ ഉത്തരം പറയും, കൂടി. കുർബാനകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ധ്യാന കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ധ്യാന ഗുരുക്കന്മാരുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. നൊവേനകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ഇനി നമ്മുടെ ചാനലുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ഇതെല്ലാം കൂടിയിരിക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരള കത്തോലിക്ക സഭയിൽ എല്ലാം ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കുണ്ടായിരുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പം എൻ്റെ ചോദ്യം ലളിതമാണ്, എല്ലാം കൂടിയിട്ടും
പിന്നെ എന്തേ നമുക്കുള്ള വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാത്തത്? ഉത്തരം ലളിതമാണ്. എല്ലാം കൂടിയപ്പോഴും കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ എന്തോ ഒന്ന് വല്ലാണ്ടങ്ങ് കുറഞ്ഞുപോയി. എന്താ അത്? അതാണ് ഫാമിലി പ്രയർ, കുടുംബ പ്രാർത്ഥന, വൈകുന്നേര സന്ധ്യാപ്രാർത്ഥന, കുരിശുവര പ്രാർത്ഥന. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന ജനമേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയത് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയപ്പോഴാണോ? നിങ്ങൾ വിശ്വാസം പഠിച്ചത് ഏതെങ്കിലും കൺവെൻഷനിൽ പങ്കെടുത്തപ്പോഴാണോ? അല്ല. നിങ്ങളുടെയൊക്കെ അമ്മമാരുടെയോ വലിയമ്മമാരുടെയോ മടിയിലിരുന്ന് നിങ്ങളുടെ നെറ്റിയിൽ അവരാദ്യമായി വരച്ചിട്ട വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന പ്രാർത്ഥനയിൽ കിട്ടിയതാണ് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ പോകുന്ന പുണ്യം അതാണ്. കുരിശുവര പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന മിസ്സാകുന്നു. 365 ദിവസം 2020 ആണ്ടിൽ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന മുടക്കാതിരിക്കാവോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയാം, അച്ഛാ തിരക്കാച്ചു, കടയടച്ച് വരാൻ താമസമാണ്, ജോലി കഴിഞ്ഞ് വരാൻ താമസമാണ്, പിള്ളേർക്ക് ട്യൂഷനുണ്ട്, ആകപ്പാടെ തിരക്കാണച്ചോ. അടുത്ത കാര്യം കേട്ടോ, വൈകുന്നേരം നിന്റെ വീട്ടകത്ത് അരമണിക്കൂർ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് നിനക്കുണ്ടെങ്കിൽ ആ തിരക്ക് ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ല. ആ തിരക്ക് നിന്റെ നല്ലതിനുള്ള തിരക്കുമല്ല. ആ തിരക്ക് നമുക്ക് വേണ്ട. സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള തിരക്ക് നമുക്ക് മതി. അപ്പോൾ ഫാമിലി പ്രയർ. 5-മത്തത് ഫാസ്റ്റിംഗ്, ഉപവാസം. കൈമോശം വന്നു പോവുകയാണ്. നോമ്പും ഉപവാസവും ഒക്കെ കൈമോശം വന്നു പോവുകയാണ്. വീട്ടകങ്ങളിലെ പുണ്യമായിരുന്നു അത്. വീട്ടകങ്ങളിലെ പുണ്യമായിരുന്നു. ഒരു 50-60 വർഷം മുമ്പുള്ള തലമുറയുണ്ടല്ലോ, അവർ ഈ നാട്ടിൽ വിശ്വാസം ജീവിച്ചത് എങ്ങനെയാണ്? ധ്യാനകേന്ദ്രങ്ങളില്ലായിരുന്നു അന്ന് പത്രമാധ്യമങ്ങൾ ഇവരുടെ കയ്യിലില്ല. ബൈബിള് പോലും അതുങ്ങളുടെ കയ്യിലില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നു അവരുടെ കയ്യിലോട്ട്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റാണ് ബൈബിളൊക്കെ കൈവരാൻ തുടങ്ങിയത്. പിന്നെ അവരെങ്ങനെയാണ് ജീവിച്ചത്? ജീവിച്ചത് ഒരു വിശ്വാസ ജീവിത ശൈലി വീട്ടകത്തുണ്ടായിരുന്നു. അത് ത്യാഗത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ശൈലിയായിരുന്നു. നോമ്പും ഉപവാസവും എടുത്തേക്കണേ ഈ വർഷം. ഒരു വർഷം 5 നോമ്പുണ്ട് നമുക്ക്. 5 നോമ്പുണ്ട് ഒരു ആണ്ടുവട്ടത്തിൽ. 5 നോമ്പിൻ്റെ കാലങ്ങളുണ്ട്, എടുക്കണം. എല്ലാ വെള്ളിയാഴ്ചയും മാംസവർജനത്തിൻ്റെ ദിവസമാണ്, എടുക്കണം. ഇനി അമ്മമാരോടായിട്ട് പറയട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോട്, സ്ത്രീകളോട്, നിങ്ങൾ വേണമെന്നേ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങളോട് എക്സ്ട്രാ പണി തരുന്നത്, നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഈ 2020 എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കുക. 2020 എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു നവീകരണത്തിൻ്റെ പുത്തൻ കാറ്റ് കേരളക്കരയാകെ വീശട്ടെ. ഒരു പുത്തൻ അഭിഷേകം നമ്മുടെ സഭയിൽ ആവശ്യമുണ്ട്. അത് സാധ്യമാകട്ടെ. അപ്പോൾ പുത്തൻ വർഷത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ നേരുന്നു. ഞാൻ പറഞ്ഞു, ഈശോ വീണ്ടും അവരെ ഗലീലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്ക് ഗലീലിയിൽ നിന്ന് എല്ലാം ഒന്നുകൂടെ ആരംഭിക്കാം. അതായത് നമുക്ക് ജനുവരിയിൽ നിന്ന് എല്ലാം ഒന്നുകൂടെ ആരംഭിക്കാം. 5 കാര്യങ്ങൾ. 1-മത്തത് ഹോളി കുർബാന, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കണേ. 2, ഹോളി ബൈബിൾ. 2020 ആണ്ട് ബൈബിൾ ഒരാവർത്തി വായിച്ചു തീർക്കുന്ന വർഷമാക്കി മാറ്റണേ. 3, ഹോളി കൺഫെഷൻ. ഈ വർഷം 12 പ്രാവശ്യമെങ്കിലും, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ചിരിക്കണം. 4, ഫാമിലി പ്രയർ, സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. 5, ഫാസ്റ്റിംഗ്, ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ശൈലി വീട്ടകങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. പുതുവത്സരാശംസകൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.